ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടിന്യൂസ് പ്രൂവ് ചെയ്യണത്, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നല്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസോ ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ഫോർ ഇഫ് എക്സ് ലെസ് ദാൻ 1, ഫോർ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1, ദെൻ എ മൈനസ് ബി എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു 1. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ്, ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഫൈൻഡ് എ ആൻഡ് ബി, എയും ബിയും കണ്ടുപിടിക്കണം. അവിടെ പല കണ്ടീഷൻ നമുക്ക് തരാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത കണ്ടിന്യൂസിൻ്റെ എല്ലാ കണ്ടീഷനും ചെയ്യുക, അതെല്ലാം പരസ്പരം ഇക്വേറ്റ് ചെയ്യുക, നമ്മുടെ ആൻസറായി ക്ലിയർ ആകും, ആൻസർ കിട്ടും. ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? എഫ് ഓഫ് ആദ്യം എഴുതണം. ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ദെയർഫോർ എന്ത് എഴുതാം? നമുക്ക് തന്നേക്കണ വാല്യൂ 1 അല്ലേ? അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 1 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് എഴുതണം. ആ ഫംഗ്ഷൻ എന്താ എഴുതുന്നത്? എഫ് ഓഫ് 1 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 1 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 1. ഇതെല്ലാം ഈക്വൽ ആയാൽ മാത്രമേ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമുക്കിങ്ങനെ എന്ത് തന്നേക്കണം? ലിമിറ്റ് എക്സ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടു 1 എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്നൊക്കെ തരണേ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഒരു സ്റ്റെപ്പ് എഴുതണം. എയുടെയും ബിയുടെയും അല്ലെങ്കിൽ കെയുടെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, ദ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ എഫ് ഓഫ് 1 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 1 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 1. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ 1 ആണ് നമ്മുടെ നമ്പർ തന്നിരുന്നത്. ഈ 1ൻ്റെ റൈറ്റിലോട്ട് പോകുന്നതോറും പോസിറ്റീവ് വരും, ലെഫ്റ്റിലോട്ട് പോകുന്നതോറും നെഗറ്റീവ് വരും. ഇതെന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ഇതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈക്വൽ വരും. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റിനകത്ത് എഴുതണം. ഇവിടെ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ ഈ 1നേക്കാൾ കുറവ് വന്നാൽ ഏതാണ്? എ പ്ലസ് ബി എക്സ് ആണ്, അതവിടെ എഴുതി. ഈ എക്സിനേക്കാൾ കൂടുതൽ വന്നാൽ ഇവിടെ എന്താണ്? 4 ആണ്, അത് അവിടെ എഴുതി. ഈ എക്സ് ഈക്വൽ ടു 1 വന്നാൽ ഇവിടെ എന്താണ്? എ മൈനസ് ബി എക്സ് എഴുതി. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റിനകത്ത് ഏതിൻ്റെ ഫംഗ്ഷനാണെന്നുള്ളത് നമ്മളൊന്ന് പടം വരച്ച് നോക്കാം. എന്നിട്ട് അതിനകത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മൾ എക്സിനേക്കാൾ കുറവ് വന്ന് ഏതാ കിട്ടിയത്? ലെഫ്റ്റ് ആണ്. എക്സിനേക്കാൾ കൂടുതൽ വന്ന് ഏതാ കിട്ടിയത്? റൈറ്റ് ആണ്. എക്സ് ഈക്വൽ ടു വരുമ്പോൾ ഏതാ കിട്ടിയത്? നമുക്ക് ഇക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഈക്വൽ അടയാളപ്പെടുത്തുക. ഇനി ഒന്നാമത്തെ ലെഫ്റ്റിൻ്റെ ഫോർമുല എഴുതണം. ലെഫ്റ്റിൻ്റെ ഫോർമുല ഏതാ മക്കളെ? എഫ് ഓഫ് എ മൈനസ്, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ് വരും. എയുടെ സ്ഥാനത്ത് എന്ത് നമ്മൾ കൊടുക്കും? അവിടെ കിടക്കുന്ന നമ്പർ ഏതാണ്? ലെഫ്റ്റിൽ കിടക്കുന്ന 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 മൈനസ്, അപ്പോൾ ഈക്വൽ ടു എന്താ? ലിമിറ്റ് എക്സ് ടെൻ ടു 1 മൈനസ്. അതിന് നേരെ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ ലെഫ്റ്റിൽ കിടക്കുന്ന ഫോർമുല എ പ്ലസ് ബി എക്സ് ആണ്. ആ എ പ്ലസ് ബി എക്സ് നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. ഇനി എക്സിന് 1 ആകുമ്പോൾ നമുക്ക് എ പ്ലസ് ബി എന്ന് കിട്ടും. ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുത്തു. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി കിട്ടി. ഇനി രണ്ടാമത്തെ നമ്മൾ ആദ്യത്തെ ഓർമ്മ കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ കിടക്കുന്ന റൈറ്റ് ആണ്. റൈറ്റിൻ്റെ ഫോർമുല എന്താ? എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന ഫോർമുല 1 പ്ലസ് ആണ്. 1 പ്ലസ് കൊടുത്തു. അപ്പോൾ നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് കിടക്കുന്ന നമ്പർ 4 ആണ്. അവിടെ വേരിയബിളൊന്നും ഇല്ല കൊടുക്കാനായിട്ട്, വെറും ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ചുമ്മാ എഴുതാം, 4 എഴുതി. പിന്നെ നോക്കിക്കുക, ഇതെല്ലാം ഈക്വലാണ് നമ്മളവിടെ എഴുതി വെച്ചേക്കുക അല്ലേ? അപ്പോൾ ദെയർഫോർ 2 കുത്തു വിട്ടു. എ പ്ലസ് ബി ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? എ പ്ലസ് ബി ഈക്വൽ ടു 4. ഇക്വേഷൻ നമ്പർ 1 ഒരു ആൻസറായി നമുക്ക്. ഇപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ആൻസർ ഈ 1 കൊടുത്ത് 4, അത് നേരെ ഇപ്പുറത്തെ 1 കൊടുത്ത് നേരെ ഈ 4ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും അടുത്ത ഒരെണ്ണം ഉണ്ട്, ഇക്വാളിറ്റി കണ്ടുപിടിക്കണം. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് വരും. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇക്വാളിറ്റിക്ക് 1 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? അവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻ ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എ മൈനസ് ബി എക്സ്. അതിന് നേരെ കിടക്കുന്നു. അപ്പോൾ വാല്യൂ കൊടുക്കുമ്പോൾ എ മൈനസ് ബി വരും അല്ലേ? അപ്പോൾ ദെയർഫോർ വേറെ ഒന്നും, ഇതെല്ലാം ഈക്വൽ ആണെന്ന് എഴുതിയ സ്ഥിതിക്ക് ഇതെല്ലാ വാല്യൂസും ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? എ മൈനസ് ബി ഈക്വൽ ടു 4. ഇക്വേഷൻ നമ്പർ 2 ആയി. അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഒന്ന് എന്താണ്? എ പ്ലസ് ബി ഈക്വൽ ടു 4. രണ്ടാമത്തെ എന്താണ്? എ മൈനസ് ബി ഈക്വൽ ടു
4 2 ഇക്വേഷൻ കിട്ടും. ഇനി ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? എയുടെ വാല്യൂവും കിട്ടും, ബിയുടെ വാല്യൂവും കിട്ടും. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയാണ് മക്കളെ നമ്മുടെ ഇക്വേഷൻ? എ പ്ലസ് ബി ഈക്വൽ ടു 4 ആണ് ഒരു ഇക്വേഷൻ, എ മൈനസ് ബി ഈക്വൽ ടു 4 ആണ് ഒരു ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2a വരും. ഇത് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് 0 ആയി പോകും, 8 വരും. അപ്പോൾ 2a ഈക്വൽ ടു 8 വരും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമുക്ക് 8/2 വരും. നമ്മുടെ ആൻസർ 4 വരും. ഇനി നമ്മളിതെന്താണ്? ഈ 4 നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. എ പ്ലസ് ബി ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 4 കൊടുത്ത് എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 4 പ്ലസ് ബി ഈക്വൽ ടു 4 വരും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഈ 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? 4 മൈനസ് 4. നമ്മുടെ ആൻസർ 0 കിട്ടും. എയുടെ വാല്യൂ നമുക്ക് 4ഉം കിട്ടി, ബിയുടെ വാല്യൂ നമുക്ക് 0യും കിട്ടി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.